ഹലോ, അസ്സലാമലൈക്കും. റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ അറിയാത്തവർക്കാണ് കേട്ടോ. അതേപോലെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകണവരും ജോലിക്ക് പോകണവർക്കൊക്കെ നമുക്ക് തലേ ദിവസം എങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ ചോറ് വെക്കാമെന്നുള്ളതൊക്കെ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസ് കുക്കർ കൈരളിയുടെയാണ് കേട്ടോ. ഞാനിത് 4 വർഷത്തോളമായിട്ടോ ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഒന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് 5-6 വർഷം ഞാൻ ഉപയോഗിച്ചിട്ട് കേട് വന്നപ്പോൾ അതിൻ്റെ കാത് പൊട്ടി. അപ്പോൾ ഞാൻ വേറെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നമുക്ക് എങ്ങനെ ഇത് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ നമുക്ക് എങ്ങനെ ചോറ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറുവ അരിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ കറക്റ്റ് അളവ് നമുക്ക് അറിയണം കേട്ടോ. കറക്റ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകരുത്, കൂടി പോയാലും. അപ്പോൾ ഈ പാത്രത്തിൽ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ റൈസ് കുക്കറിൻ്റെ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 പാത്രം വെള്ളമാണ് കേട്ടോ. നമ്മൾ എത്ര അരിയാണോ എടുത്ത് അതിന് 4 പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വെള്ളം വെക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെള്ളത്തോടുക്കനെ ഊറ്റിയെടുക്കുന്നതാണ്. ഇത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാൽ മാത്രം മതി. എന്നിട്ട് ഇതാ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അരി വേവാൻ ഒരു 1.5 മണിക്കൂർ വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അരി എങ്ങനെയാണോ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നെടുക്കുന്നത്. കണ്ടല്ലോ, നമുക്കൊന്നും ഒട്ടിപ്പിടിക്കില്ല, എന്നാൽ നല്ല ചോറും നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തോടുക്കനെയാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്കാണ് കേട്ടോ വെള്ളം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ചോറൊക്കെ നല്ലോണം വെന്തിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ ചോറ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതിൽ അടിയിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വാർത്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ വാർത്തെടുക്കുന്നത്. ആദ്യം ഇതിനിങ്ങനെ പാത്രം വെച്ചിട്ട് നമ്മൾ കൊട്ടത്തളത്തിലേക്ക് ആദ്യം ഇതിന് കുറച്ച് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കും. ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തടസ്സത്തിനായിട്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വെള്ളം പോയി കിട്ടും. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളി ചോറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നോർമലായിട്ട് ചോറ് വെക്കുന്നത്. കണ്ടല്ലോ, ഒട്ടും തന്നെ നനവൊന്നുമില്ല കേട്ടോ. അടിയിലും നനവൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് ഇനി നമുക്ക് രാത്രി വരെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതാ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. എൻ്റെ അരി അതുതന്നെയാണ് കേട്ടോ. ഞാൻ കുറുവയാണ് എടുക്കാറ്. അതിലേക്ക് ഒരു കണക്കിന് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസം നമ്മൾ ബാക്കി വരുന്ന ചോറാണ് കേട്ടോ. ഇത് നമ്മൾ വേറെ തിളപ്പിച്ചൂറ്റൊന്നും ആവശ്യമില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്. ഇത് തണുപ്പ് വിട്ടതിന് ശേഷം നമ്മളിതാ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് ചോറ് വെക്കൂലേ, അതുപോലെ നമുക്ക് വെക്കാം. ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ആ അരി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 മണിക്കൂർ ഞാൻ ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തലേ ദിവസത്തെ ചോറ് ഇതിൽ ഇട്ട് വെച്ചിട്ട് ഒരു വ്യത്യാസം വരുമല്ലോ കേട്ടോ. നല്ല അടിപൊളി ചോറ് തന്നെ നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ നല്ല ചോറ് കിട്ടും. അതേപോലെ നമ്മൾ രാവിലെ ചോറ് വെച്ചിട്ട് 2 നേരം ചോറ് വെക്കണവരാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഇത്രയും ബാക്കിയാണ്. അപ്പോൾ ഇതൊന്നും കഴുകിയെടുക്കൊന്നും വേണ്ട. ആ ചോറിൽ തന്നെ നമ്മൾ അരി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ഗസ്റ്റ് വരുന്നുണ്ട് പറയുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. 3 ഇരട്ടിയിലും കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. 4 ഇരട്ടിയോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വാർത്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ കൊള്ളൂല. അതുകൊണ്ട് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് ഇതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇറക്കി വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ചോറ് കറക്റ്റ് വെള്ളമുണ്ട്. പക്ഷെ അടിയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളം കറക്റ്റ് ഒഴിച്ചു കൊടുത്താലാണ് അടിയിൽ വെള്ളം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മേൽഭാഗത്ത് വെള്ളമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വേഗത്തിൽ വേണം എന്നുള്ളവർക്കൊക്കെ ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. പിന്നെ അവർക്ക് നമ്മളെ കഞ്ഞിപ്പശ ഇതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ കഞ്ഞിപ്പശയൊക്കെ ഒന്ന് മാറിക്കിട്ടണം
മാറ്റണം. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഞാൻ കുറച്ച് ചോറൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കഞ്ഞിപ്പശയൊക്കെ പോരും കേട്ടോ. നമ്മളിത് ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെ നല്ലോണം ഇളക്കിയെടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ വാർത്തെടുക്കണ പോലെ വാർത്തെടുക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ മൊത്തത്തിൽ നമുക്ക് വാർന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ചോറ് കണ്ടല്ലോ, നല്ല കൊലുകൊലിനെയാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് ഈ ഒന്നും ഒട്ടാത്ത ചോറാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ ഇത് വാർത്തെടുത്തിട്ടുണ്ട്. ഇതും ഒരു നല്ല ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വെച്ച ചോറ് ഇതിലിട്ടിട്ടുണ്ട് എന്നൊന്നും ഒരിക്കലും അറിയില്ല കേട്ടോ. നമ്മൾ അപ്പള വെച്ച ചോറ് തന്നെയാണ് കേട്ടോ ഇത്. കണ്ടല്ലോ, ഇനി നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകണ കുട്ടികൾ ജോലിക്ക് പോകണവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നാഴി ക്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ റൈസ് കുക്കറിൻ്റെ കുടുക്കല ചെറുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ കുടുക്കയിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഗ്ലാസ്സിന് തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ. എത്ര അരി എടുത്തോ അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചാൽ മാത്രം മതി. ഇനി കൂടുതൽ വേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നല്ല ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇറക്കി വെക്കുകയാണ്. തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി രാവിലെ നമുക്കിത് തുറന്നെടുക്കാം. അപ്പോൾ രാവിലെയാണ് ഞാൻ കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്തെ ഒരു 7:30 മണിയായപ്പോഴാണ് കേട്ടോ ഞാനിത് തുറന്നെടുക്കുന്നത്. രാവിലെ 6 മണിക്കോ 5 മണിക്കോ ഒക്കെ വേണമെങ്കിലും തുറന്നെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാർത്തെടുക്കും ഒന്നും വേണ്ട വെള്ളം ഒഴിച്ചിട്ട്. ഇനി ഇതിൻ്റെ കഞ്ഞിപ്പശ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വാർത്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചോറ് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, കൊലുകൊലുവിനുള്ള ചോറാണ്. അടിയിലൊന്നും ഒട്ടും വെള്ളമില്ല. അപ്പോൾ ജോലിക്ക് പോണവർക്കും കുട്ടികൾക്കും ഒക്കെ ഇതുപോലെ ചോറ് വെച്ച് കൊടുക്കാം കേട്ടോ. രാവിലെ നമുക്ക് ചോറ് വെക്കേണ്ട ബുദ്ധിമുട്ടേ വരില്ല. ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ ചോറുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. നല്ല ചോറും കിട്ടും. അപ്പോൾ നല്ലോണം വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിത് വെള്ളമില്ലാണ്ടാണോ വേവിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച പോലെ നമുക്ക് വെഴുവെഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ചോറ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.